Hello my dear friends, welcome to Cypro. നമുക്ക് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് പഠിച്ചു തുടങ്ങുക. ഇതിന്റെ എക്സാമിനേഷൻ നേരത്തെ വിളിച്ചത് 2021 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ 2026 ആയി. അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ബോട്ടണി പഠിച്ചവർക്ക്, സുവോളജി പഠിച്ചവർക്ക്, മൈക്രോബയോളജി പഠിച്ചവർക്ക്, ബയോടെക്നോളജി പഠിച്ചവർക്ക്, കെമിസ്ട്രി, എൻവയോൺമെന്റ് സയൻസ്, ബയോകെമിസ്ട്രി, പിന്നെ ലൈഫ് സയൻസ് പഠിച്ചവർക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഡിഗ്രി മതിയാവും ക്വാളിഫിക്കേഷൻസ് കേട്ടോ. പിന്നെ ലൈഫ് സയൻസുകാർക്ക് അവരുടെ പറയുന്നത് നേരത്തെയുള്ള നോട്ടിഫിക്കേഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് കെമിസ്ട്രി സബായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ലൈഫ് സയൻസുകാർക്ക്. ബാക്കി പറയുന്ന ഈ എൻവയോൺമെന്റ് സയൻസ്, മൈക്രോബയോളജി, കെമിസ്ട്രി, ബയോടെക്നോളജി അവർക്ക് അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നേരത്തെ പ്രിപ്പയർ ചെയ്യുക. നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇതിൽ നമ്മുടെ അമിനോ ആസിഡ് ഏതൊക്കെയാണ്? ആർജിനിൻ, തൈറോസിൻ, പ്രോളിൻ. അപ്പോൾ ഏതാണ് നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്? ഓർണിത്തിൻ. നമ്മുടെ യൂറിയ സൈക്കിളിലൊക്കെ വരുന്ന ആളാണ് ഓർണിത്തിൻ. വേറെ ആരൊക്കെയുണ്ട് നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ് എന്ന് പറയുന്നത്? ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ് ആണ്. ഓക്കെ, പിന്നെ സിട്രുലിൻ ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്യൂരിറ്റി ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ ഈസ് ചെക്ക്ഡ് ബൈ. ഏതാണ് ഏറ്റവും നല്ല ആൾ? ഏതാണ് ആൻസർ? കണ്ണടച്ചവിടെ എഴുതുക. ഏതാണ്? മാസ് സ്പെക്ട്രോമെട്രി, അതായത് നമ്മുടെ MS. ഓക്കെ, കോളം ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? പ്യൂരിറ്റി കിട്ടൂലല്ലോ. അത് പിന്നെ നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ടി വരും. അമോണിയം സൾഫേറ്റ് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് സോൾട്ടിങ് ഔട്ട്, അല്ലേ? ജസ്റ്റ് ആ ഒരു ഇനിഷ്യൽ നമുക്ക് പ്രോട്ടീനെ ഒന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഡയാലൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റിയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആളെയൊക്കെ എടുത്ത് മാറ്റാൻ മാത്രമേ ഡയാലിസിസ് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ MS. ഇനി നേച്ചർ ഓഫ് പെരിട്രൈക്കസ് ഫ്ലജല്ല. ആദ്യം തന്നെ ഫ്ലജല്ല എന്താന്ന് പഠിക്കുക. അതിന്റെ പല പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മോണോട്രൈക്കസ്, പിന്നെ എന്താണ് ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പഠിക്കുക. അപ്പോൾ പെരിട്രൈക്കസ് ഫ്ലജല്ല എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഉണ്ടാവും, അല്ലെ? മൊത്തത്തിൽ. അതായത് ഫ്ലജല്ല ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ബോഡി. ഓക്കെ, അതാണ് എന്ത്? പെരിട്രൈക്കസ് ഫ്ലജല്ല. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ബാസിലസ് സീരീസ്. പെരിട്രൈക്കസ് ആണ്. അപ്പോൾ ഒരെൻഡിലാണെങ്കിൽ നമുക്ക് മോണോട്രൈക്കസ് എന്ന് പറയാം, അല്ലെ? ഇനി ബഞ്ച് ഓഫ് ഫ്ലജല്ല ലോഫോട്രൈക്കസ്. ഇനി രണ്ടറ്റത്തും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഫിട്രൈക്കസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കണം, എക്സാമ്പിളൊക്കെ പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് സോയിൽ ബോൺ ബാക്ടീരിയൽ ഡിസീസ്? ഓക്കെ, ഇത് PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അതായത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ലെപ്റ്റോസ്പൈറോസിസ് ആണ് ആൻസർ വരുന്നത്. കാരണം ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മിക്കപ്പോഴും മഴക്കാലം, അല്ലെ? നമുക്ക് ഫ്ലഡും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ ശേഷം വരുന്ന ഒരു ഡിസീസാണ് എലിപ്പനി. വെള്ളത്തിൽ കൂടി വരുന്നു. അപ്പൊ കൂടുതലും എന്താണ് ഈ എലിയുടെ, അല്ലെ, എക്സ്ക്രീറ്റ, യൂറിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോയിലൊക്കെ കിടന്ന് അങ്ങനെയാണ് ഡിസീസ് വരുന്നത്, അല്ലെ? ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് ഒരു സൂണോട്ടിക് ഡിസീസസ് ആണ്. പിന്നെ നമുക്ക് സോയിൽ ബോൺ ഡിസീസ് എന്ന് പറയാം, അല്ലെ? പിന്നെ എന്ത് പറയാം? അതായത് സൂണോട്ടിക് ആണ്. അതുകൂടാതെ സോയിൽ ബോൺ എന്ന് നമുക്ക് പറയാം, സൂണോട്ടിക് ആണ്. പിന്നെ നമുക്ക് പറയാം സോയിൽ ബോൺ എന്ന് പറയാം. പിന്നെ വാട്ടർ ബോൺ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ്? ലെപ്റ്റോസ്പൈറോസിസ്. ഇനി ബ്രൂസലോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സൂണോട്ടിക് ആണ്. സൂണോട്ടിക് ആണ്. ഓക്കെ, അതായത് നമുക്ക് ആനിമൽസിൽ നിന്ന്, അതായത് നമുക്കിപ്പോൾ കവിലൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ പാല് എടുക്കുകയാണ്. അത് അൺപാസ്ചറൈസ്ഡ് പാലൊക്കെ ആണെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് പാസ്ചറൈസേഷൻ ഒക്കെ നടക്കാത്ത പാല്, അല്ലെങ്കിൽ അൺകുക്ക്ഡ് മീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ബ്രൂസലോസിസ്. ഓക്കെ, ബ്രൂസലയാണ് ഇത് കോസ് ചെയ്യുന്നത്. ഓക്കെ, സൂണോട്ടിക് ആണ്. അപ്പൊ നമുക്ക് പറയാം ഫുഡ് ബോൺ ആണ്, അല്ലേ? കാരണം എന്താ? മിൽക്കും അതുപോലെ തന്നെ മീറ്റും
രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ബ്രൂസലോസിസ്. ഓക്കെ, സൂണോട്ടിക് ആണ്. ഇനി കോളറ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഫുഡ് ബോൺ, മെയിൻ ആയിട്ട് കോളറ അല്ലെ, വാട്ടർ ആണ്, പിന്നെ ഫുഡ് ബോണും വരുന്നുണ്ട്. വിബ്രിയോ കോളറ ആരാണ് കോസ് ചെയ്യുന്നത്? വിബ്രിയോ കോളറ. ഓക്കെ, ഇനി സാൽമണലോസിസ് എന്ന് പറയുന്നത് അതും വാട്ടർ ആണ്, അതുപോലെ തന്നെ ഫുഡ് ബോണും ആണ്. ഓക്കെ, അപ്പോൾ ലെപ്റ്റോസ്പൈരോസിസ് കോസ് ചെയ്യുന്നത് ലെപ്റ്റോസ്പൈര. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലെപ്റ്റോസ്പൈരോസിസ് തന്നെയാണ്. PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്മ്യൂണിറ്റി ഒബ്റ്റൈൻ ത്രൂ കൊളോസ്ട്രോം. ഇതൊക്കെ എപ്പോഴും എത്ര പഠിപ്പിച്ചാലും നിങ്ങൾ തെറ്റിച്ച് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് എക്സാം അറ്റൻഡ് ചെയ്തവർ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തേൽ. അപ്പോൾ അത് നോക്കുക. ഇനി എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്ക് റീടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒബ്റ്റൈൻഡ് ത്രൂ കൊളോസ്ട്രോം എന്താണ് ഇവിടെ ആൻസർ? അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് എന്താണ്? നമുക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലേ, നാച്ചുറൽ ആണ്, ആക്റ്റീവ് ആണ്, ഇൻഫെക്ഷൻ വന്നു, നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. അടുത്തത് നാച്ചുറൽ പാസീവ്, അതായത് പാസീവ്. ഓക്കെ, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. ഓക്കെ, മെറ്റേണൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പാലിൽ കൂടിയും കിട്ടുമല്ലോ കൊളോസ്ട്രോം. ഓക്കെ, പ്ലാസൻ്റയിൽ കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് ആൻസർ കിട്ടി. ഇനി ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻഫെക്ഷൻ കൊടുക്കുന്നത്? വാക്സിനേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് എന്താണ്? ആർട്ടിഫിഷ്യൽ പാസീവ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി. ഓക്കെ, ഗ്ലോബുലിൻ തെറാപ്പി, അതായത് എവിടെയെങ്കിലും അല്ലെ, ഏതെങ്കിലും ഒരു ആനിമൽസിലോ വല്ലോ ഒക്കെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡെവലപ്പ് ചെയ്തിട്ട് അത് പേഷ്യൻറ്റിന് കൊടുക്കുന്നു. പ്രശ്നമൊക്കെ ഉള്ള കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ല, അവർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ പാസീവ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് എത്ര പഠിച്ചാലും നിങ്ങൾക്ക് മാറും, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ഓർക്കും. എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോഴത്തേക്ക് അയ്യോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും, ഏതാണ് എന്താണ് എല്ലാം അറിയാം, ആകെ സങ്കടമായിപ്പോവും. അപ്പോൾ അങ്ങനെ അവസ്ഥ വരുത്തിക്കരുത്, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തത്, വിച്ച് അമോങ് ഈസ് എ ന്യൂറോ മസ്കുലാർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? ഓക്കെ, അപ്പോൾ ന്യൂറോ മസ്കുലാർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതിൽ നിങ്ങൾക്ക് പെർനിഷ്യസ് അനീമിയ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ന്യൂറോ മസ്കുലർ അല്ല. ഇനി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ല, ജോയിന്റ് പെയിൻ ഒക്കെ വരുത്തുന്നതാണല്ലോ, അല്ല. പിന്നെ ക്രോൺസ് ഡിസീസ് എന്താണ്? മയാസ്തേനിയ ഗ്രാവിസ് അല്ലേ? ഇത് രണ്ടും ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? മയാസ്തേനിയ ഗ്രാവിസ് ആണ് ആൻസർ കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഈ മയാസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്, അതായത് ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ബോഡി കുറച്ച്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് കുറച്ച് എന്തുണ്ടാക്കും? ആൻറ്റിബോഡി ഉണ്ടാക്കും. ആരെ കില്ല് ചെയ്യാൻ? നമ്മുടെ അസറ്റൈൽ കോളിൻ റിസപ്റ്ററിനെ. ഓക്കെ, അങ്ങനെ അസറ്റൈൽ കോളിൻ റിസപ്റ്റർ, ഓക്കെ, അതിലുള്ള ആ ആൻറ്റിജൻ ഉണ്ടല്ലോ, ആ റിസപ്റ്റർ അതിവിടെ ആൻറ്റിജനായിട്ട് തോന്നി അവർ അസറ്റൈൽ കോളൈനെ അങ്ങ് നശിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എന്താണ്? നമ്മുടെ നെർവ് സിസ്റ്റം അല്ലേ പ്രശ്നമാകും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ ഇൻ മസിൽ, ഓക്കെ, മസിലിൽ ഉള്ള അസറ്റൈൽ കോളൈൻ റിസപ്റ്ററിനെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? മസിൽ വീക്ക്നെസ് ആകും. ഓക്കെ, അപ്പോൾ ന്യൂറോ മസ്കുലർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയാസ്തേനിയ ഗ്രാവിസ്. ഇനി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഓട്ടോ ആൻറ്റിബോഡി ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? നമ്മുടെ സൈനോവിയൽ ജോയിന്റ്. ഓക്കെ, സൈനോവിയൽ ജോയിന്റിലെ കാർട്ടിലേജ് ആൻറ്റിജൻ. അങ്ങനെ ഇൻഫ്ലമേഷനും പെയിനും ഒക്കെ വരും, ജോയിന്റ് ഇൻഫ്ലമേഷൻ പെയിനൊക്കെ. ഏതില്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇനി നമ്മുടെ പെർനിഷ്യസ് അനീമിയ എന്ന് പറയുന്നത് ഇതും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ഓട്ടോ ആൻറ്റിബോഡി എന്ത് ചെയ്യും?
നമ്മുടെ ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെ അറ്റാക്ക് ചെയ്യും. എന്താണ് ഇൻട്രിൻസിക് ഫാക്ടർ? അതായത് നമ്മുടെ B12ന്റെ അബ്സോർപ്ഷന് എന്ത് വേണം? ഇൻട്രിൻസിക് ഫാക്ടർ വേണം. ഓക്കെ, അപ്പൊ അതുണ്ടാക്കുന്ന സെല്ലിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ B12ന്റെ അബ്സോർപ്ഷൻ നടക്കില്ല, നമുക്ക് അതിന്റെ ഡെഫിഷ്യൻസി വന്നു. എന്തായി? നമുക്ക് അനീമിയായി. ആ അനീമിയനെയാണ് നമ്മൾ പറയുന്നത് പെർനിഷ്യസ് അനീമിയ. ഓക്കെ, അപ്പൊ അവിടെയും പ്രശ്നമായി. ഇനി ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. ഓക്കെ, ഓക്കെ, അതായത് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? നമുക്ക് മയാസ്തേനിയ ഗ്രാവിസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻ ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഏതാണ്? സിമ്പിൾ ആയിട്ട് നമ്മൾ അല്ലെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഏതാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? റേഡിയോ വേവ്സ്. ഓക്കെ, റേഡിയോ വേവ്സിനാണ് ലോങ്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആർക്കാണ്? മൈക്രോവേവ്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ IR. അത് കഴിഞ്ഞ ശേഷം വിസിബിൾ. ഇത് നന്നായിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം UV. അത് കഴിഞ്ഞ ശേഷം എക്സ്റേ, പിന്നെ ഗാമ റേസ്. അപ്പോൾ വേവ് ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസിയൊക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കാര്യമൊക്കെ പഠിച്ചോളണം. അപ്പോൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഓർഡർ ഒക്കെ പഠിച്ചോളണം കേട്ടോ. ഇപ്പോൾ റേഡിയോ വേവ്സിന് ലോ ഫ്രീക്വൻസി കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. റിസർച്ചർ ഐസൊലേറ്റഡ് അമൈലേസ് ഫ്രം പാൻക്രിയാസ്. പാൻക്രിയാസ് ഏതിൽ നിന്ന്? എക്സ്പെരിമെന്റൽ ട്രയൽ. ആൻഡ് 20 ml ഓഫ് എൻസൈം പ്രിപ്പറേഷൻ. എത്രയാണെന്ന് ആദ്യം തന്നെ കിട്ടണതൊക്കെ എഴുതി വെക്കുക. 20 ml. ഓക്കെ, എൻസൈം പ്രിപ്പറേഷൻ ഷോഡ് ആക്ടിവിറ്റി. അപ്പോൾ എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് കാണുന്നത് കിട്ടുന്നതൊക്കെ എഴുതി വെക്കുക. ഓക്കെ, 0.5 യൂണിറ്റ്. ഓക്കെ, showed an activity of 0.5 unit when allowed to react for 1 minute. ഇനി the concentration of the protein in the enzyme preparation was 0.25 mg/ml. അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ ദ എൻസൈം പ്രിപ്പറേഷൻ, അതിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, നമ്മുടെ കോൺസെൻട്രേഷൻ എത്രയാണ്? കോൺസെൻട്രേഷൻ 0.25 mg/ml. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? സ്പെസിഫിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം പ്രിപ്പറേഷൻ. ഓക്കെ, സ്പെസിഫിക് ആക്ടിവിറ്റി. അപ്പോൾ സ്പെസിഫിക് ആക്ടിവിറ്റി കാണാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എന്താണ്? ടോട്ടൽ ആക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ആക്ടിവിറ്റി എത്രയാണ്? 0.05 എന്നുള്ളതുണ്ട്. ഓക്കെ, ടോട്ടൽ ആക്ടിവിറ്റി കണ്ടോ? ടോട്ടൽ പ്രോട്ടീൻ ഇല്ല, നമുക്കറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ പ്രോട്ടീൻ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ടോട്ടൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം. ഓക്കെ, കോൺസെൻട്രേഷൻ എത്രയാണ്? 0.05 mg/ml ആണ്. ഇൻറ്റു വോളിയം എത്രയാണ്? 20 ml ആണ്. അപ്പോൾ അത് നമുക്ക് മാറ്റണ്ടേ, ml-ലേക്ക് ആക്കണ്ടേ? ഇവിടെ ഒന്ന് നോക്കുക, എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. 1000 ml എന്ന് പറയുന്നത് 1 ml. ഓക്കെ, 100 ml എന്ന് പറയുന്നത് 0.1 ml. ഓക്കെ, ഇനി 10 ml എന്ന് പറയുന്നത് 0.01 ml. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 20 ml-നെ ml ആക്കുമ്പോൾ എത്രയാക്കും? ml ആകുമ്പോൾ എത്രയാകും? 0.02 ml. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. കാരണം ഇവിടെ എന്താണ്? അതനുസരിച്ച് നോക്കുക. ml-ലാണ് കിടക്കണേ. അപ്പോൾ 0.25 ഇൻറ്റു 0.02. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.005 കിട്ടും ആൻസർ. എന്താ ആൻസർ കിട്ടിയത്? ടോട്ടൽ പ്രോട്ടീൻ. ഇനി നമുക്ക് ടോട്ടൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 0.5ഉം ടോട്ടൽ പ്രോട്ടീൻ ഇവിടെ കിട്ടി എത്രയാണ്? 0.005.
ഇവിടെ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 100 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. കണ്ടോ, 100 യൂണിറ്റ്സ് പെർ മില്ലിഗ്രാം. ഓക്കെ, ഇത്ര ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് മെഷേർഡ് ബൈ. സിമ്പിൾ ആണ് അല്ലേ? മാനോമെട്രി. ഫ്ലൂറിമെട്രി എന്തിനാണ് ഫ്ലൂറിമെട്രി? ഫ്ലൂറസെൻസ്. ഡെൻസിറ്റോമെട്രി എന്തിനാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി പൊളാരോഗ്രാഫി എന്തിനാണ്? അതായത് ഫോർ അനലൈസിങ് ദ കമ്പോസിഷൻ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ മാനോമെട്രി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോയിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം.